ഇന്ന് ഒരു മിനി ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് തൊട്ടിട്ട് രാത്രി ഒരു 7 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വ്ളോഗാട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു 5 മണി 5:30 ആ സമയത്ത് തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് നിന്നു. കൂടെ തന്നെ എനിക്കൊരു ക്ലാസ്സും കൂടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഏകദേശം കഴിയാറായപ്പോഴാണ് ഞാൻ ഈ പരിപാടിയിലൊക്കെ കടക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഞാനൊന്ന് ഷെൽഫ് വൃത്തിയാക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഈ ഒരു ബാഗ് കണ്ടു. അപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടും എല്ലായിടത്തും ഞാൻ എൻ്റെ ഈ ഒരു കോളേജ് ബാഗ് തന്നെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഈ ഒരു ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അപ്പുറത്തിപ്പുറത്തൊന്നും മാറ്റി വെക്കണ്ടല്ലോ. ഇപ്പം ഓരോ സ്ഥലത്ത് പോകുന്നതിനനുസരിച്ച് ആ കോളേജ് ബാഗിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എടുത്ത് മാറ്റണം. അപ്പോൾ ഞാൻ അതിലേക്കെല്ലാം വെച്ചു. എൻ്റെ റെക്കോർഡ് ബുക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ഇത് ഡാൻസിൻ്റെ ഐറ്റംസ് എല്ലാം ഉള്ളൊരു ബാഗാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ അടുത്തൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതും കൂടി ഒന്ന് എടുത്ത് വെക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് നോക്കിയപ്പോഴാണ് എൻ്റെ ഈ കുറച്ച് വാച്ച് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു 9th മുതലൊക്കെയുള്ള വാച്ചസാണ് കേട്ടോ അതിലുള്ളത്. പിന്നെ ഡ്രോയിലാണെങ്കിൽ എല്ലാ സംഭവങ്ങളും ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്നും ഡീകൾട്ടർ ചെയ്തിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് എൻ്റെ അതായത് ഞാൻ നോട്ട്സ് ചിലതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ മുന്നേ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റെക്കോർഡ് ഷീറ്റും കാര്യങ്ങളും ATM കാർഡും ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ 2 ഡ്രോസിൽ നിറച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഈ ഒരു ഡ്രോ ഒരിക്കലും ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്കങ്ങനെ എല്ലാം കൂടി അങ്ങ് കളയാൻ ഭയങ്കര വിഷമമുള്ള കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഏകദേശം തീർത്തിട്ട് വേഗം പോയി കുളിച്ചു വന്നപ്പോൾ പിന്നെ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അമ്മമ്മ എനിക്ക് ഒരു മാംഗോ സ്മൂത്തി പോലെ സംഭവമാക്കി തന്നു. അതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്നു മുട്ട ബിരിയാണി ആക്കാമെന്ന്. അപ്പോൾ അച്ഛനും അമ്മയും വരുമ്പോഴത്തേനും മുട്ട ബിരിയാണിയൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങാട്ടിട്ടുണ്ട്. അമ്മമ്മ എല്ലാം അരിഞ്ഞൊക്കെ തരുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് ആക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിലാണ് എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഞാൻ ഉണ്ടാക്കാറില്ല. സോ ഇന്നൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതേ റെസിപ്പി ഫോളോ ചെയ്തിട്ടില്ല, എന്നാലും എൻ്റെ രീതിയിലൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എഗ്ഗ് കുറച്ച് മുളക് പൊടിയിൽ വറുത്ത് വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് പിന്നീട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു ചതച്ച പേസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മൾ നോർമലായിട്ട് അരിഞ്ഞ് വെച്ച് ഉള്ളി ഇടുകയാണ്. ഉള്ളി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് അതും കുറച്ചൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് മസാലപ്പൊടി ഞാൻ ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ടതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുത്തു. അരി ഇട്ടിട്ട് 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ച് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ. ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഞാൻ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. മുട്ടയിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരു 2-3 വിസിലാകുമ്പോഴത്തേനും റെഡിയാവും. പിന്നെ നമ്മൾ കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ കറക്റ്റ് വെന്തൊക്കെ കിട്ടും. അപ്പം ഞാനിത് ഒക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടക്കാൻ വേണ്ടി പോയി. അത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.